റോഡിലെ കുഴിയിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചതിന് പിന്നാലെ പാലക്കാട് പൊള്ളാച്ചി അന്തർസംസ്ഥാന പാത ഉപരോധിച്ച നാട്ടുകാർ. റോഡിന്റെ നവീകരണ പ്രവർത്തനം നാളെ തന്നെ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൊഴിഞ്ഞാമ്പാറ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളും മിന്നൽ പണിമുടക്ക് നടത്തി. ഇന്നലെയാണ് പാലക്കാട് പൊള്ളാച്ചി അന്തർസംസ്ഥാന പാതയിൽ അത്തിക്കോട് റോഡിലെ കുഴിയിൽപ്പെടാതിരിക്കാൻ ഇരുചക്രവാഹനം വെട്ടിച്ച യുവാവിന് ലോറിക്കടിയിൽപ്പെട്ട് ദാരുണാന്ത്യം സംഭവിച്ചത്. പിന്നാലെ ഇന്ന് നാട്ടുകാർ പാതയിൽ ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഉപരോധ സമരം നടത്തി. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിട്ടത്. KSRTC ബസ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ വാഹനങ്ങൾ മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങി. രാവിലെ 10 മണിക്ക് ആരംഭിച്ച സമരം ചർച്ചയ്ക്കൊടുവിൽ 1.5 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് അവസാനിപ്പിച്ചത്. റോഡിന്റെ നവീകരണ പ്രവർത്തനം നാളെ തന്നെ ആരംഭിക്കാമെന്നും മുൻപുള്ള കരാറുകാരനെതിരെ കേസെടുക്കാമെന്നും ലഭിച്ച ഉറപ്പിലാണ് നാട്ടുകാർ സമരം അവസാനിപ്പിച്ചത്. KRFന്റെ AXC ഇവിടെ വന്നിരുന്നു. AXC വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ നാളെ തന്നെ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി ആ പണി നാളെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സമരവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു ആവശ്യമെന്ന് പറയുന്നത്, കരാർ എടുത്തിട്ടുള്ള ഒരു മനോജ് എന്നുള്ള കരാറുകാരൻ, ആ കരാറുകാരനാണ് ഇത്രയും ഈ പണി ലാഗ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം. അയാൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ള ആവശ്യം ഞങ്ങളുണ്ട്. അതോടൊപ്പം ഇയാൾക്കുള്ള കേസെടുക്കാന്നുള്ളത് പോലീസ് പരിശോധിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും KRFB ഉദ്യോഗസ്ഥർ വന്ന് ഇത് നാളെ തന്നെ അറ്റകുറ്റപ്പണി തുടങ്ങാം എന്നുള്ള രീതിയിലുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സമരം അവസാനിപ്പിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡിന്റെ നിർമ്മാണ ചുമതല കേരള റോഡ് ഫണ്ട് ബോർഡിനാണ്. ഇരട്ടക്കുളം മുതൽ ഗോപാലപുരം വരെയുള്ള റോഡിൽ മുഴുവനും കുഴികളാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൊഴിഞ്ഞാമ്പാറ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ സംയുക്ത സമിതി നടത്തിവരുന്ന പണിമുടക്കും പുരോഗമിക്കുകയാണ്. ജനം, പാലക്കാട്.